morning devotion. I'm forever yours. Praise God. Hallelujah. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നു, സങ്കീർത്തനം 20:4 നിന്റെ ഹൃദയത്തിലെ ആഗ്രഹമൊക്കെയാണ് നിനക്ക് തരട്ടെ. അപ്പൊ അവിടെ പറയുന്നത് നീ ചോദിക്കുന്നതല്ല, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം. അപ്പൊ നമ്മുടെ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ഹൃദയമായി കണക്ട് ചെയ്താൽ, ഹൃദയവുമായി ബന്ധപ്പെട്ട് കർത്താവ് തന്റെ വിശുദ്ധന്മാരോട് ഓരോ വാഗ്ദത്തങ്ങൾ കൊടുക്കും, ദർശനം കൊടുക്കും, ഒരു പേര് വിളിക്കും. കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താ? കർത്താവിന്റെ ആഗ്രഹം അതാ നാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്ന അതേ ആഗ്രഹം നമ്മുടെ ഉള്ളിലും ഉണ്ടാവും. അതിനാണ് നമുക്ക് ഈ വചനം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത്. നമ്മുടെ കൂട്ടായ്മകളിലൂടെ നമ്മൾ വചനം കേൾക്കുന്നത്, നമ്മൾ വചനം വായിക്കുന്നതിലൂടെ നമ്മുടെ അകത്തേക്ക് ശരിക്കും പരിശുദ്ധാത്മ വിടുന്നത് ഈ ഒരു കാര്യമാണ്. എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ബെസ്റ്റ്, ഏറ്റവും നല്ലത് നമ്മുടെ അകത്തേക്ക് ഇടുക. എന്തിനാണെന്നറിയാമോ? അത് നമ്മിൽ വെളിപ്പെടാനായിട്ട്, നമ്മിൽ അതിന്റെ ഫ്രൂട്ട് ഉണ്ടാകാനായിട്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ അകത്തുള്ള ഭയമില്ലേ, അകത്ത് പിശാച് കൊണ്ടുവന്നിട്ടിരിക്കുന്ന നിരാശ, അതിനെ ഒന്നും നിങ്ങൾ തന്നെ ബലം പിടിച്ച് ഒന്ന് എടുത്ത് ദൂരെ കളഞ്ഞിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഒരു ധൈര്യത്തെ ഉറപ്പിക്കാം. നിങ്ങളുടെ അകത്ത് ഒരു ശക്തിയെ വെളിപ്പെടുത്താം. എന്തിനെ കുറിച്ചാണെന്നറിയാമോ? എന്റെ അകത്ത് കർത്താവ് തന്ന വാഗ്ദത്തത്താലുള്ള ഒരു കെട്ടിടം ഞാൻ പണിയുക, എന്റെ ഭാവി ഞാൻ പണിതെടുക്കുക. നമുക്കറിയാലോ, നമ്മൾ ഉപയോഗിക്കുന്ന പല വാക്കുണ്ട്. സങ്കല്പത്തിന്റെ കോട്ട. അതെ, നിങ്ങൾക്ക് സങ്കല്പം കൊണ്ട് കോട്ട പണിയാൻ പറ്റും. എങ്ങനെ? നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും. തകർന്നു പോകും, നശിച്ചു പോകും, തീർന്നു പോകും. സങ്കല്പം കൊണ്ട് നിങ്ങൾക്കൊരു കോട്ട പണിയാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഹല്ലേലൂയ, നിങ്ങൾക്ക് പറയാൻ പറ്റില്ല ഒരനർത്ഥവും വരത്തില്ല, ഒരു തിന്മയും വരത്തില്ല, ഒരു ദോഷവും വരത്തില്ല നിങ്ങളുടെ ഭാവനയിൽ. എന്നാൽ നിങ്ങളുടെ ഭാവനയെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ എന്താ? ചുറ്റുപാടുകൾ, മറ്റുള്ളവർ പറഞ്ഞത്, നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങൾ, നിങ്ങളുടെ ശരീരത്തിന്റെ സിംറ്റംസ്, നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥ, നിങ്ങളുടെ വിദ്യാഭ്യാസ നിലവാരം, ഇതൊക്കെയാണ് നിങ്ങളെ ബാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതിനപ്പുറത്ത് നിങ്ങളുടെ ഭാവനയെ, നിങ്ങളുടെ അകത്തുള്ള ചിന്തയെ സ്വാധീനിക്കേണ്ടത്, നിങ്ങളുടെ അകത്തുള്ള വ്യക്തിത്വത്തെ സ്വാധീനിക്കേണ്ടത്, അകത്തുള്ള ദർശനത്തെ സ്വാധീനിക്കേണ്ടത് ദൈവവചനമാണ്. ആ വചനം നിങ്ങളുടെ അകത്ത് സ്വാധീനിക്കുമ്പോൾ, അതുകൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങൾ പറയുന്ന വചനം നിങ്ങളുടെ ചുറ്റുപാടുകളെ സ്വാധീനിക്കാൻ പോകും. ദൈവവചനത്താൽ നിങ്ങളുടെ അകത്ത് സ്വാധീനിക്കപ്പെടുമ്പോൾ, നിങ്ങൾ പറയുന്ന വചനത്താൽ നിങ്ങളുടെ ചുറ്റുപാടുകൾ സ്വാധീനിക്കപ്പെടും. ഇന്നത്തെ പകൽക്കാലം ദൈവവചനത്താൽ ഹൃദയം നിറയട്ടെ. ഹല്ലേലൂയ, നിങ്ങളുടെ വചനത്താൽ നിങ്ങളുടെ ചുറ്റുപാടുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. God bless you. Amen.